വേർപിരിയലിനേക്കാൾ ഭയമാണ് പ്രതിച്ഛായ തകർക്കുന്ന സ്മിയർ ക്യാമ്പയിൻ പ്രവണതകളെ. എന്താണ് സ്മിയർ ക്യാമ്പയിൻ എന്നറിയോ? അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഒരു ബന്ധത്തില് നാളിതുവരെ ഒപ്പമുണ്ടായിരുന്നു, പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ നിമിഷം മുതൽ ആ വ്യക്തി പിന്നെ ശത്രുവായി മാറും. പിന്നെ ആ വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും പറഞ്ഞു വരുത്തുക എന്നുള്ള പ്രവണതയാണ്. ആ പ്രവണത കാരണം തന്നെ എന്ത് സംഭവിക്കും? ഈ വ്യക്തിക്ക് ഇമോഷണൽ ഡാമേജ് സംഭവിക്കാം. കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അതിൽ കൊണ്ടുവരും. അത് വളരെ നെഗറ്റീവ് തന്നെ ആയിരിക്കും. പിന്നെ സോഷ്യൽ ലൈഫിൽ നിന്നും ഒത്തിരി ഐസൊലേറ്റഡ് ആയി മാറും. ഇമോഷണലി ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ വരും. കൊഗ്നിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓവർ തിങ്കിങ് വരും, അല്ലെങ്കിൽ സ്വയം അടിച്ചമർത്തി ചിന്തിക്കുന്ന ചിന്താരീതിയിലേക്കും നെഗറ്റീവ് സെൽഫ് ടോക്കിലേക്കും ഒക്കെ പോകും. അപ്പോ വേർപിരിയലിനേക്കാൾ കൂടുതൽ ഡാമേജ് ചെയ്യിക്കുന്നത് സ്മിയർ ക്യാമ്പയിൻ എന്ന ഈ പ്രവണത തന്നെയാണ് എന്ന് തിരിച്ചറിവുള്ളവർ ഇന്ന് ഭയക്കുന്നത് സ്മിയർ ക്യാമ്പയിൻ പ്രവണതകളെയാണ്. ഇതിനെയൊക്കെ ചങ്കൂറ്റത്തോടു കൂടി തന്നെ നേരിടണം. ഇത്തരത്തിലൊന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞാലും മറ്റാരും പറയുന്ന വെറുത്തിലല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതം ഇരിക്കുന്നത്. അവിടെ കൂടുതൽ ബോൾഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കുണ്ടാകും എന്ന തിരിച്ചറിവുണ്ടാകണം. അതല്ലാതെ ഇത്തരം പ്രവണതകളെ പേടിച്ചു മാത്രം ടോക്സിക് ആയ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതമല്ലേ, അത് പോസിറ്റീവ് ആകട്ടെ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്.